ഈ മൂന്നാർ ഗവൺമെൻറ് കോളേജിലേക്ക് ഞാൻ 2004 ട്രാൻസ്ഫറായി വരുന്നത്. അതായത് വിക്ടോറിയ ഗവൺമെൻറ് കോളേജിൽ നിന്ന് എൻ്റെ പേരൻസൊക്കെ അന്ന് അമ്മയൊക്കെ പ്രായമായിപ്പോയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. പക്ഷേ ഈ കോളേജിനകത്ത് ഒരു ആധിപത്യം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഞാൻ വന്നപ്പോൾ എന്തൊക്കെയോ വരെയാണ് തോന്നിയത്. പരീക്ഷ നടത്തിയപ്പം ശരി, രാഷ്ട്രീയമാണ് എല്ലാത്തിലും. ഈ 2007 ഒരു കോപ്പിടി ഞാൻ പിടിച്ചായിരുന്നു. അന്ന് ഒരു SFIക്കാരനാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലം MLA രാജേന്ദ്രനാണ്. ഈ രാജേന്ദ്രന് മറ്റേ യൂണിയൻകാരന്മാരെല്ലാം കൂടി ചെന്ന് പറഞ്ഞ്, സാർ ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്കൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ട്രാൻസ്ഫർ ചെയ്തു മലപ്പുറത്തേക്ക്. അന്ന് പിന്നെ നമ്മുടെ MP-യുടെ ഒരു ഇടപെടലുകൊണ്ട് ഞാനത് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കോളേജിൽ നിൽക്കുന്നത്. അന്ന് തൊട്ട് തുടങ്ങി ഇവരുടെ ടെസ്റ്റിങ്. ഈ 2014 നടന്ന ഈ പരീക്ഷാ കോപ്പിയടി എന്ന് പറയുന്ന സംഭവം നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ വിജിലൻസ് സ്ക്വാഡിൻ്റെ കൺവീനറായിരുന്നു, എക്സാം വിജിലൻസ് സ്ക്വാഡിൻ്റെ. 5 കൊല്ലമായിട്ട് നിരന്തരമായിട്ട് ഈ കോളേജുകളെക്കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരുപാട് ന്യൂനതകളുണ്ടായത് എല്ലാം എൻ്റെ റിപ്പോർട്ടുകൾ യൂണിവേഴ്സിറ്റിനകത്തുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എന്നെ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ കരുതിക്കുട്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ സെക്സ്വൽ ഹറാസ്മെൻറ്റ് കേസ്. ഒരിക്കലും 30 വയസ്സുകാർക്ക് ഒരിക്കലും കോളേജിൽ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല. പഠിക്കേണ്ടതാണ്, പഠിച്ചോട്ടെ. പക്ഷേ അവരുടെ പ്ലാൻ ഒരു ഹിഡൻ അജണ്ട എൻ്റെ പുറകിലുണ്ടായിരുന്നു. അങ്ങനെ കോളേജിലെ പരീക്ഷ എന്ന് പറയപ്പെടുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പ്രാധാന്യം കൊടുക്കാത്ത ആ പ്രിൻസിപ്പൽ ഒരു എക്സാമിനേഷൻ എങ്ങനെ നടത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു ഇതില്ല. ഇൻവിജിലേറ്റർമാർ അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. കാഷ്വലായിട്ടാണ് സംഭവങ്ങൾ നടക്കുന്നത്. എന്നെ വിളിച്ച് പറയുകയാണ്, അഡീഷണൽ ചീഫ് സൂപ്രണ്ടെ പോയി ഒന്ന് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ, അന്ന് എൻ്റെ കയ്യിലല്ലല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ബണ്ടിൽസൊക്കെ. എന്നിട്ട് ഞാൻ ആദ്യത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ കോളേജിൽ പ്രിൻസിപ്പൽ വന്നിട്ടില്ല. താക്കോല് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഞാൻ കൺട്രോളർ വിളിച്ചു, സാറേ മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ പരീക്ഷ നടക്കാൻ 9:30 ഇതുവരെ പ്രിൻസിപ്പൽ വന്നിട്ടില്ല. അവിടെ നിന്ന് ആരെയോ വിളിച്ചപ്പോൾ വേറെ ഒരാൾ വരികയാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സാറ്. അയാൾ വന്നിട്ട് സാർ മറന്നുപോയി സാർ, ഇന്നും പരീക്ഷയാണെന്ന് പറഞ്ഞു. അങ്ങനെ MG യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ MA എക്കണോമിക്സ് നിരുത്തരപരമായിട്ടുള്ള രീതിയിലാണ് ഇവർ നടത്തിയത്. ആദ്യ ദിവസം ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ എക്സാമിനറായിട്ട് നിൽക്കേണ്ടി വന്നു ആദ്യ ദിവസം. അന്ന് വൈകിട്ട് പ്രിൻസിപ്പലോട് വാൺ ചെയ്തു, സാർ പരീക്ഷ നടത്തി ഇങ്ങനെയല്ല, നമ്മൾ മര്യാദയ്ക്ക് നടത്തണം. എന്നിട്ട് അത് പിറ്റേ ദിവസം ഞാൻ ഈ പറഞ്ഞുകൊണ്ട് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരാളെ കൊണ്ടിട്ട് പിന്നെയും ഇടുക. അപ്പം ഞാൻ പറഞ്ഞത് എക്കണോമിക്സിൽ ഒരാൾ ഇടാൻ പാടില്ല, ഇവിടെ എത്രയോ മറ്റ് സാറന്മാരുണ്ടല്ലോ. അപ്പോൾ അവർക്കുള്ളിൽ എന്തോ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഈ 5/9/2014 അന്ന് നടന്ന പരീക്ഷയിൽ ഏതാണ്ട് അവസാനത്തെ മിനിറ്റാണ് ഞാൻ ഹാളിനകത്ത് കയറുന്ന വ്യാപകമായിട്ടൊരു കോപ്പിയടി. ഞാൻ കോപ്പിയടി ഡിറ്റക്റ്റ് ചെയ്യും, അത് പിടിച്ച് അപ്പം തന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ 6-ാം തീയതി തൊട്ട് കോളേജ് ഓണം വെക്കേഷന് വേണ്ടി അടയ്ക്കുകയായിരുന്നു. 16-ാം തീയതി റീഓപ്പണിംഗ് ആയിരുന്നു. അപ്പം ഞാൻ നാട്ടിലേക്ക് ചെന്ന് തിരിച്ചിവിടെ വരുമ്പോഴേക്കും 16-ാം തീയതിയാണ് അറിയുന്നത് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ്? CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടതാണ്. അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ്. അപ്പോൾ A to Z വരെ തീരുമാനിച്ചത് CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ഇവരുടെ അനുകൂല സംഘടനകളായ AKGCTയും SFIക്കാരന്മാരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു നാടകമാണിത്. എന്നാൽ കോളേജ് എഡ്യൂക്കേഷനിലുള്ള ആൾക്കാർ ഈ ഒരു എൻക്വയറി പ്രോപ്പറായിട്ട് സംഘടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഏകപക്ഷീയമായിരുന്നു. അങ്ങനെ കുറ്റക്കാരനായിട്ട് കാണുകയും എന്നെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ വന്നപ്പോഴും അന്ന് എനിക്ക് ഈ വക്കീലന്മാരെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുന്നു. പക്ഷേ ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റുകളൊന്നും കോടതിയിലേക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ ജഡ്ജി പോലും അറിയാത്ത രീതിയിലാണ് ഞാനിത്
അപ്പോൾ ആ കോപ്പിയടി കേസ് അവർ റിപ്പോർട്ട് ചെയ്യാതെ ഈ 6-ആം തീയതി തൊട്ട് 10 ദിവസം ഓണം വെക്കേഷനിൽ ഞാൻ വീട്ടിൽ ചെന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കാണും എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. തിരിച്ചു വരുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് എനിക്കെതിരായിട്ട് ഇവിടെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു. സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ് 17-ാം തീയതി വിളിച്ചു കൂട്ടിയായിരുന്നു. അന്ന് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നില്ല, യഥാർത്ഥ പ്രിൻസിപ്പൽ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അപ്പോഴും ചോദിച്ചു, ഈ ചാർജ് പ്രിൻസിപ്പൽ, അയാൾ പ്രിൻസിപ്പലല്ല, അയാളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ വക കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലാണ് ചർച്ച ചെയ്യേണ്ടത്. പ്രിൻസിപ്പൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ദിവസം കൂടാം, സാർ വന്നിട്ട് കൂടാം. അല്ല, എന്നെ കൊണ്ട് വന്ന HOD-മാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടാണ് 1-2 പേർ വന്നിട്ടില്ല. എന്നിട്ട് ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കുറ്റക്കാരനാക്കപ്പെടുകയും ചെയ്തു. പക്ഷെ അതായിരുന്നില്ല. എനിക്ക് മുൻകാല അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഈ വിജിലൻസ് സ്ക്വാഡിലെ ഒരു 5 കൊല്ലം പ്രവർത്തിച്ചതുകൊണ്ടും ഒരു കോപ്പിയടി എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വച്ചിട്ട് ഞാൻ MG യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടുകയും MG യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഞാൻ പരാതി 20-ാം തീയതി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എൻക്വയറി നടത്തുകയും ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗൂഢമായ രീതിയിൽ, അതായത് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുള്ള ലാപ്സസും എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ട് 2 കുട്ടികളെ ഡീബാർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഭരണം വരുമ്പോഴേക്കും ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അട്ടിമറിക്കുക ചെയ്തവർ, അതായത് ഇവരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ചേർന്നിട്ട് പുതിയ എൻക്വയറിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു. ആ സമയത്ത് ഞാനിവിടെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലായിരുന്നു. അപ്പം ഞാൻ അവർക്ക് മറുപടി കൊടുത്തു. ഞാൻ നേരത്തെ കൊടുത്ത മൊഴിയിൽ ഉറച്ച് നിൽക്കുകയാണ്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. എന്ന് വെച്ചിട്ട് അവർ റിപ്പോർട്ട് എടുത്തു. RGC പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു അത് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ട് ഓർഡർ ആയില്ല. അപ്പോൾ കോടതിയിൽ ഞങ്ങൾ അപ്പീൽ പോകുമ്പോൾ ഈ MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓർഡറിൻ്റെ മേളിലൊരു ഓർഡർ ഉണ്ടല്ലോ, അപ്പോൾ ഞാനത് കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഇവാലുവേറ്റ് ചെയ്ത് അതൊരു ഇൻറ്റേർണൽ റിപ്പോർട്ടാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ആ MG യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ കുറ്റക്കാരാണെന്നും പ്രിൻസിപ്പൽ കുറ്റക്കാരനാണെന്നും ഇരിക്കെ ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷനിൽ നിന്നും അതൊന്നും മുഖം വയ്ക്കാതെ എന്നെ അതായത് ആ എൻക്വയറിയൊക്കെ വൺ സൈഡഡായിരുന്നു. എൻ്റെ വാർഷിക ഇൻക്രിമെൻ്റ് 2 കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ്. ഇപ്പോൾ കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രിൻസിപ്പലും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനിയാണ് എൻ്റെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങളൊക്കെ, എൻ്റെ DCRG, അതുപോലെ കമ്മ്യൂട്ടേഷൻ, ഒരു അധ്യാപകനെ കിട്ടേണ്ട ഏറ്റവും വലിയ, എൻ്റെ 2 മക്കളുണ്ട് പഠിക്കുന്ന പിള്ളേർ, പ്രായപൂർത്തിയായവർ. മൂത്തവൻ MSc കഴിഞ്ഞു, ഇതാ ജോലി അന്വേഷണം നടക്കുകയാണ്. മകൾ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു. 3ാമത്തെ ഒരു പയ്യൻ 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ചെറിയ കാർഡും ഇതും വെച്ചിട്ട് ഞാൻ ഇവിടെ ജീവിച്ചു പോയി. ഇതിൻ്റെ ഇടയ്ക്ക് കേസുകളും മറ്റു കാര്യങ്ങളും 4-4.5 കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നുണ്ട്. കാരണം ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലൊരു സംഭവം സംഭവിക്കരുത്. കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം സർക്കാർ.